ഹായ്, വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ടിക് ടാക് ക്ലിപ്പിന്റെ ബേസ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ സെപ്പൽസ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നെക്സ്റ്റ് സ്ട്രോബെറി ചെയ്യാനായിട്ട് റെഡ് കളർ യാണാണ് എടുത്തിരിക്കുന്നത്. 3 പ്ലൈ അക്രിലിക് യാണാണ്. ആദ്യം നമുക്ക് മാജിക് റിംഗ് ചെയ്യാം. മാജിക് റിംഗ് ചെയ്തു. മാജിക് റിങ്ങിനുള്ളിൽ 6 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. 6 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ടെയിൽ യാണിനെ വലിച്ചാൽ മതി. മാജിക് റിംഗ് ടൈറ്റ് ആയിക്കോളും. നല്ലതുപോലെ തന്നെ വലിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് റൗണ്ടാണ്. മാജിക് റിങ്ങിനുള്ളിൽ 6 സിംഗിൾ ക്രോഷ്യ ഇട്ടു. അതാണ് ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. 6 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നില്ല. ക്ലോസ് ചെയ്യാതെ തന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. സ്റ്റിച്ചസ് ഇടുവാണ്. ഓരോരോ സ്റ്റിച്ചിനുള്ളിലും 2 സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് റൗണ്ടിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിനുള്ളിലും 2 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റിച്ചിനുള്ളിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ചിനെ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇൻക്രീസിങ് റൗണ്ടാണ്. എല്ലാ 6 സിംഗിൾ ക്രോഷ്യനെ നമ്മൾ 12 സിംഗിൾ ക്രോഷ്യ ആയിട്ട് മാറ്റുവാണ്. അപ്പോൾ ഓരോരോ സ്റ്റിച്ചിനുള്ളിലും 2 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലും കൂടി 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2. സെക്കൻഡ് റൗണ്ടിൻ്റെ എൻഡിൽ 12 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടായിരിക്കും. തേർഡ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇതാണ് സെക്കൻഡ് സ്റ്റിച്ച്. സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ തേർഡ് റൗണ്ട് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്,
നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇങ്ങനെ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് തേർഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. തേർഡ് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. തേർഡ് റൗണ്ടിൻ്റെ എൻഡിൽ ടോട്ടലായിട്ട് 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഫോർത്ത് റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഫോർത്ത് റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചസിലും 1 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. ടു 3 ടോട്ടലായിട്ട് 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരിക്കും. 4 5 6. ഫോർത്ത് റൗണ്ടിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഫോർത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. ഫോർത്ത് റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഫിഫ്ത്ത് റൗണ്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മൾ ഓരോരോ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ടു 9th റൗണ്ട് വരെ ഓരോരോ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഫിഫ്ത്ത് റൗണ്ടാണ്. ഫിഫ്ത്ത് റൗണ്ടിൽ 1 സിംഗിൾ ക്രോഷ്യ വേണം ഓരോരോ സ്റ്റിച്ചിലും ചെയ്യാനായിട്ട്. ടോട്ടലായിട്ട് 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരിക്കും. ഫിഫ്ത്ത് ടു 9th റൗണ്ട് വരെ ഓരോരോ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ചെയ്ത് ടോട്ടലായിട്ട് 18 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് 9th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 9th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് 2 സ്റ്റിച്ചസിലും കൂടി സ്റ്റിച്ചസ് ഇടാം. 9th റൗണ്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 10th റൗണ്ട്. 10th റൗണ്ട് ഡിഗ്രീസിങ് റൗണ്ട് ആണ്. നമ്മൾ ഡിഗ്രീസ് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ചസ് ഡിഗ്രീസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സിംഗിൾ ക്രോഷ്യ ഇടണം. ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് സ്റ്റിച്ച് മാർക്ക് എടുത്ത് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിഗ്രീസ് ആണ്. 2 സ്റ്റിച്ചസിനെ സിംഗിൾ സ്റ്റിച്ചാക്കി മാറ്റാൻ പോവുകയാണ്. 2 സ്റ്റിച്ചസിനെ സിംഗിൾ സ്റ്റിച്ചാക്കി മാറ്റാൻ പോവുകയാണ്. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഡിഗ്രീസ്. നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യണം. 2 സ്റ്റിച്ചസിനെ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റാൻ പോകുന്നു. 2 സ്റ്റിച്ചിനെ ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. ഡിഗ്രീസ് ചെയ്യും. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിഗ്രീസ് ചെയ്യുവാണ്. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിഗ്രീസ്, നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ്
single crochet, next decrease, next single crochet, next decrease, next single crochet, next decrease. ലാസ്റ്റ് 2 സ്റ്റിച്ചിനെ ഡിഗ്രീസ് ചെയ്ത് 10th റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 10th റൗണ്ടിൻ്റെ എൻഡിൽ 12 സ്റ്റിച്ചസ് ആണ് വരുന്നത്. ഇനി നമുക്കിതിനുള്ളിൽ ഫില്ല് ചെയ്യണം. ഫൈബർ ഫില്ലിങ് എടുക്കണം. ഇതിനെ നമുക്കിതിനുള്ളിൽ ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ട് ഡിഗ്രീസിങ് റൗണ്ടാണ്. ഇനി ഡിഗ്രീസ് ചെയ്ത് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനാണ് പോകുന്നത്. 11th റൗണ്ടാണ്. 11th റൗണ്ടിൽ നമ്മൾ ഡിഗ്രീസ് ആണ് ചെയ്യുന്നത്. ഇവിടെ 2 സ്റ്റിച്ചസിന് ഡിഗ്രീസ് ചെയ്യുവാണ്. 2 സ്റ്റിച്ചസിനെ 1 സ്റ്റിച്ചാക്കി 1 ഡിഗ്രീസ് ആണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചസിനെ 1 സ്റ്റിച്ചാക്കി മാറ്റുന്നു. 1 സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. അതായത് 12 സ്റ്റിച്ചസിനെ നമ്മൾ 6 സ്റ്റിച്ചസ് ആക്കി മാറ്റാൻ പോവുകയാണ്. 1 2 3 4 5 6. 11th റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കറിനെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് കുറച്ച് യാണ് വിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഇനി സൂയിങ് ചെയ്താണ് സെക്യൂർ ചെയ്യാൻ പോണത്. ഈ യാണിനെ പുറത്തെടുക്കണം. വലിച്ചെടുത്തിട്ട് യാൺ നീഡിലെടുക്കണം. യാൺ നീഡിലെടുത്തിട്ട് യാണ് കോർക്കണം. യാൺ നീഡിലെടുത്ത് യാണിനെ കോർത്തിട്ട് ഓരോരോ സ്റ്റിച്ചിനുള്ളിലും നീഡിൽ ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം. പുറത്തീന്ന് അകത്തോട്ട്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ അകത്തീന്ന് പുറത്തോട്ട്, നെക്സ്റ്റ് പുറത്തീന്ന് അകത്തോട്ട്, നെക്സ്റ്റ് അകത്തീന്ന് പുറത്തോട്ട്. അങ്ങനെ ഓരോരോ സ്റ്റിച്ചിലും ഇങ്ങനെ നീഡിൽ യാണിനെ ഇൻസേർട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് റൗണ്ടിനെ ക്ലോസ് ചെയ്യാനായിട്ടാണ്. ഇനി വലിക്കണം. നല്ലതുപോലെ വലിച്ച് ക്ലോസ് ചെയ്തത്. യാണിനെ വലിച്ച് ക്ലോസ് ചെയ്യാം. റൗണ്ട് നീറ്റായിട്ട് തന്നെ ക്ലോസ് ആയിട്ടുണ്ടോ.
കണ്ടോ, നീറ്റായിട്ട് തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. ബാലൻസ് ചെയ്യാണ്ട് കട്ട് ചെയ്ത് കളയാം. സ്ട്രോബെറി റെഡി ആയിട്ടുണ്ട്. ഇനി സ്ട്രോബെറിക്ക് നമുക്ക് സെപ്പൽസ് ചെയ്യണം. പിന്നെ വൈറ്റ് ഡോട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോബെറി കംപ്ലീറ്റ് ആകും. അപ്പം നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് സെപ്പൽസ് ആണ്. സെപ്പൽസ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ കളർ യാണ് എടുക്കുക. ഡാർക്ക് ഗ്രീൻ കളർ യാണാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സെപ്പൽസ് ചെയ്യാനായിട്ട് ഡാർക്ക് ഗ്രീൻ കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മാജിക് റിംഗ് ചെയ്യണം. മാജിക് റിംഗ് ചെയ്തു. മാജിക് റിങ്ങിനുള്ളിൽ 5 സിംഗിൾ ക്രോഷേസ് ചെയ്യണം. 5 സിംഗിൾ ക്രോഷേ. 1 2 3 4 5 സിംഗിൾ ക്രോഷേ ചെയ്തു. 5 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. റിങ്ങിനെ ക്ലോസ് ചെയ്യാനായിട്ട് ടെയിൽ യാണിനെ വലിച്ച് റിങ്ങിനെ ക്ലോസ് ചെയ്യണം. ടെയിൽ യാണിനെ വലിച്ച് റിങ്ങിനെ ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്തിട്ട് ഇനി ചെയിൻ 5 1 2 3 4 5 ചെയിൻ ഇടുക. 5 ചെയിൻ ഇട്ടിട്ട് ചെയിനിൻ്റെ ബാക്ക് സൈഡിലുള്ള ബമ്പിലാണ് ഇനി സ്റ്റിച്ചസ് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ. 3 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ വേണം, ഫസ്റ്റ് സ്റ്റിച്ചിലല്ല, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പം നമുക്ക് ഫസ്റ്റ് സെപ്പൽ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 1 2 3 4 5. നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷേ ചെയ്യണം. 1 2 3. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇവിടെ 2 സെപ്പൽസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി 3 സ്റ്റിച്ചസിലും കൂടി സെപ്പൽസ് ചെയ്യണം. ചെയിൻ 5 നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സെയിം പാറ്റേൺ തന്നെ ഈ 2 സ്റ്റിച്ചസിലും കൂടി ഇനി കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ആൾറെഡി 3 സെപ്പൽസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 സെപ്പലും കൂടി ചെയ്തിട്ട് നമുക്ക് കാണാം. 5 സെപ്പൽസും ചെയ്തു. ലാസ്റ്റ് ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യാം. ചെയിൻ 1 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയിൻ 1 ഇടണം. ചെയിൻ 1 ഇട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ യാണിനെ പുറത്തെടുത്തിട്ട് ഈ യാണിനെ സെക്യൂർ ചെയ്ത് വെക്കണം. ബാലൻസ് ചെയ്യാൻ കട്ട് ചെയ്ത് കളയാം.
ഈ സെപ്പൽസിന് ഇവിടെ ഇങ്ങനെ ഗ്ലൂ ചെയ്യണം. ഗ്ലൂ ചെയ്തിട്ട് വൈറ്റ് കളർ യാൺ കൊണ്ട് ഡോട്ടും കൂടി ഇട്ടാൽ നമ്മുടെ സ്ട്രോബെറി റെഡിയാകും. ഗ്ലൂ ചെയ്യാനായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഞാൻ ഗ്ലൂ ചെയ്യാൻ പോകുന്നത്. സ്ട്രോബെറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ പുറത്ത് ഇതുപോലെ വൈറ്റ് കളറിൽ ഡോട്ട് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് കളർ ഡോട്ട് വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ യാണെടുത്ത് യാൺ നീഡിൽ കോർക്കണം. വൈറ്റ് കളർ യാണെടുത്ത് യാൺ നീഡിൽ കോർത്തിട്ട് വെറുതെ റാൻഡമായിട്ട് വൈറ്റ് കളർ ഡോട്ട് വെച്ചാൽ മതിയാണ്. ഒരു സൈഡിൽ നിന്ന് യാണിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ഈ അടുത്ത റോയിലോട്ട് ഇങ്ങനെ കുത്തി റാൻഡമായിട്ട് ചെയ്താൽ മതിയാകും. റാൻഡമായിട്ട് ഇങ്ങനെ വൈറ്റ് കളർ ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഗ്ലൂ ചെയ്യണം. ഗ്ലൂ ചെയ്യാനായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഞാൻ ഗ്ലൂ ചെയ്യുന്നത്. ഈ സെപ്പൽസിനെ നമുക്ക് സ്ട്രോബെറീൻ്റെ മുകളിലോട്ട് വെക്കണം. പിന്നെ സ്ട്രോബെറീനെ ഈ ക്ലിപ്പിൻ്റെ ബേസിലോട്ട് ഗ്ലൂ ചെയ്യണം. ഗ്ലൂ ഗണ്ണിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് ഫെൽറ്റ് പേപ്പറിനെ കട്ട് ചെയ്തെടുക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രോബെറി ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറിനെ ക്ലിപ്പിന്റെ ബേസിൽ ഗ്ലൂ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പേരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രൂഷ്യ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.
ചെയ്യാം.